താളമില്ലേ നിന്റെ മോഹത്തിൻ കൂട്ടിലായി കൊഞ്ചിക്കൂറുകുന്നു പുന്നാര പൂങ്കുയിലേ കാരിമഷി കണ്ണല്ലേ പെണ്ണെ കണ്ടാലോ ഒരു സുന്ദരിയല്ലേ പരിഭവം മാറ്റിന്റെ പൊന്ന് മാടപ്പീറാവിന്റെ മുഞ്ചുള്ള കണ്ണ് ഈ പാട്ടിലൊന്നും എന്റെ നെഞ്ചിലെ താളമില്ലേ നിന്റെ മോഹത്തിൻ കൂട്ടിലായി കൊഞ്ചിക്കൂറുകും പുന്നാര പൂങ്കുയിലേ. ഇൻക്യുബേറ്ററാണ്. അതിന് ആവശ്യമായിട്ടുള്ള കാര്യം ഒരു കാർബോർഡ് ബോക്സ്, പിന്നെ ഒരു ബൾബ്, പിന്നെ ബൾബിൻ്റെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോൾഡർ, പിന്നെ 2 വയറ്, പിന്നെ 2 മുട്ട, പിന്നെ കാർബോർഡിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് കോക്കനട്ട് ഫൈബർ, പിന്നെ കുറച്ച് പേപ്പർ പീസസ് കിട്ടും. അപ്പം 2 മുട്ട അതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട്. ഇത് 21 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബൾബിൻ്റെ ചൂട് കാരണം കോഴിയുടെ തള്ളക്കോഴിക്ക് പകരം നമുക്ക് എങ്ങനെ മുട്ട വിരിയിപ്പിക്കാനാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു.
നുകർന്നിടേണം. അക്ഷരത്തേങ്കണം അറിവിന്റെ തേങ്കണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ. പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ. വസ്തുക്കൾ തുടങ്ങിയ വിളക്കെണിയിൽ മുതിർന്നവർ മാത്രമല്ല കുട്ടികളും അകപ്പെടുന്നു. സ്കൂളുകളിലും കോളേജുകളിലും ലക്ഷ്യം വെച്ച് ലഹരി മാഫിയ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നു. മിഠായിയുടെയും കേക്കിന്റെയും എന്ന് വേണ്ട ഏത് രൂപത്തിലും ഇത് ലഭിക്കുന്നു. ആദ്യം സൗജന്യമായി കൊടുത്ത് പിന്നീട് പൂർണ്ണമായി ഇതിനടിമപ്പെടുന്നു. ലഹരി ഉപയോഗം നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ക്യാൻസർ, രക്തം കട്ടപിടിക്കലും, ഹൈഡ്രാൽ മരവിപ്പും, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള രോഗങ്ങൾ, ക്യാൻസർ, ബുദ്ധിക്ഷമം, തളർച്ച, ഉന്മാദാവസ്ഥ, ചായ കാപ്പി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള രോഗങ്ങൾ, തലച്ചോർ, നാഡി ഇവയെ ചികിത്സിക്കുന്ന ഉറക്കം നഷ്ടപ്പെടുത്തുന്നു. മുറുക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള രോഗങ്ങൾ, വായ, കുടൽ എന്നിവയിലെ ക്യാൻസർ, മൂക്കിപ്പൊടി, ഹാൻഡ്സ് എന്നിവ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള രോഗങ്ങൾ, വായ, കുടൽ, ശ്വാസകോശം എന്നിവയിലെ ക്യാൻസർ. താങ്ക് യു. എനിക്കെന്താണ് പറ്റിയത്? ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയായത്? എന്റെ പൊന്നോട്ടി മിടുക്കിയല്ലേ? എന്റെ മോളല്ലേ? അച്ഛന്റെ മോൾ അടിപൊളിയാ. എന്റെ ചക്കര കേട്ടാ. Wow, wonderful. Congratulations to the മോളെ.
സന്തോഷമുള്ളതായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഇന്ന് എങ്ങനെയാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത്? എന്ത് പറ്റി? കഴിഞ്ഞ എക്സാമിൽ മാർക്ക് വളരെ കുറവായിരുന്നല്ലോ. നന്നായി പഠിക്കണം, അടുത്ത എക്സാമിൽ നല്ല മാർക്ക് വാങ്ങണം. ഈ വർഷത്തെ ആനുവൽ പ്രോഗ്രാമിന് ഒന്നിനും നിന്ന് എന്തായാലും എടുക്കുന്നില്ല. ചേട്ടാ, എന്റെ കൂടെ കളിക്കാമോ ചേട്ടാ? ഒന്ന് പോയി, എനിക്ക് വേറെ പണിയുണ്ട്. ചേച്ചി ചേച്ചി, എന്റെ കൂടെ കളിക്കാമോ ചേച്ചി? ഞാനിപ്പോ ഫ്രീ ഒന്നുമല്ല, എനിക്ക് അസൈൻമെന്റ് ചെയ്യാനുണ്ട്. നീ പോയി പഠിക്കാൻ നോക്കും. അച്ഛാ അച്ഛാ, എനിക്കൊരു ടച്ച് മൊബൈൽ വാങ്ങിത്തരോ അച്ഛാ? എന്റെ എല്ലാ ഫ്രണ്ട്സിനും മൊബൈൽ, എനിക്ക് മാത്രമില്ല. മോൾക്കിപ്പോ എന്തിനാ ഫോൺ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഫോൺ ഉപയോഗിച്ചാൽ മതി. മോളിപ്പോ പോയി പഠിക്കേ. അമ്മ അമ്മ, അച്ഛനോടൊരു ഫോൺ വാങ്ങി തരാൻ പറയാം പ്ലീസ് അമ്മ. നിനക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് കണ്ടാ മതി. മുമ്പൊക്കെ ഫുൾ മാർക്ക് വാങ്ങിയിരുന്നതാ. പോയിരുന്ന് പഠിക്കേ. ഇപ്പൊ മൊബൈൽ ഒന്നും വേണ്ട. കുറച്ച് വർഷം. ഹായ് ഹായ് ജോൽ. എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു? ഓ, ഞാനവിടെ പെട്ടുപോയി. സോറിയാ. വാ, നമുക്ക് പോയി ജ്യൂസ് കുടിക്കാം. ഓക്കെ, see you tomorrow. Bye. ബൈ. ശേഷം ഒരു ദിവസം ഹലോ, ഹായ് ആദി. ജോൽ, എനിക്കൊരു ഇമ്പോർട്ടന്റ് മാറ്റർ പറയാനുണ്ട്. അതിനോട് നമുക്ക് ബ്രേക്കപ്പ് ആവാം. ബൈ. ആദി പ്ലീസ്, ഞാൻ ഒന്ന് പറയുന്നത് കേൾക്കൂ പ്ലീസ്. ഹലോ ഹലോ പ്ലീസ്, ഒന്ന് വർക്ക് പ്ലീസ്. ആദി, നീ എന്നെ പോകണം പ്ലീസ്. ആദി നീ എന്തിനാ വിഷമിച്ചിരിക്കണേ? വാ, നമുക്കൊന്ന് ചേർപ്പാകാം. നിന്റെ എല്ലാ ക്ഷമയും വരുത്താൻ ഞങ്ങളൊരു വഴി കാണിച്ചു തരാം. നീ ഞാൻ തന്നെയല്ലേ? ഓ, എനിക്കെന്താ പറ്റിയത്? പഠനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ ഓജോ പൗലോ സാറിനെ ബഹുമാനപൂർവ്വം സ്വാഗതം. രക്ഷിച്ചപ്പോൾ നീ അത് കല്ലിലെഴുതി. അതെന്തുകൊണ്ടാണ്? കൂട്ടുകാരൻ പറഞ്ഞു, നമ്മളെ ആരെങ്കിലും സ്വീകരിച്ച നിശ്ചലമാക്കുന്ന പുണ്യനിമിഷങ്ങളുടെ കാവ്യചിത്രം 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഗാനം കേട്ട നേരം എന്ന കഥ. So fly, fly into the sky, soaring dream that you have to wings.
ദൈവമേ നിന്നെ തോഴുന്നു ഞങ്ങൾ. ഭൂമി തൻ സ്പന്ദനമായി വിളങ്ങുന്ന ഗണിതമേ നിന്നെ തോഴുന്നു ഞങ്ങൾ.